ഈ ടോപ്പിക് എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി ആൻഡ് രാമൻ സ്പെക്ട്രോസ്കോപ്പി. IRും രാമനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രാമൻ സ്പെക്ട്രയിൽ നമുക്ക് വാട്ടർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സോൾവെൻറ്റ്, അതായത് നമുക്ക് എടുക്കുന്ന സാമ്പിൾ നമുക്ക് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ച് അല്ലെങ്കിൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് രാമൻ സ്പെക്ട്രയിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ IR എന്ന് പറയുന്നത് വാട്ടറിന് അതായത് IR റേഡിയേഷൻസ് വാട്ടറിന് ഒപ്പേക്കായിരിക്കും. എന്താണെന്ന് വെച്ചാൽ IR റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യാനും സ്പെക്ട്രം കാണിക്കാനും സാധ്യതയുള്ള ചെയ്യുന്നത് കൊണ്ട് അവിടെ നമുക്ക് കിട്ടേണ്ട റേഡിയേഷൻസിൻ്റെ സ്പെക്ട്രം ഹിഡൻ ആയിരിക്കും. നമുക്ക് മനസ്സിലാകത്തില്ല, എല്ലാം കൂടി ക്ലബ്ബായി കിടന്നിട്ട് വാട്ടറിൻ്റെ സ്പെക്ട്രവും കൂടി കാണിക്കും. അതുകൊണ്ട് വാട്ടർ നമുക്ക് IRൽ യൂസ് ചെയ്യാൻ പറ്റില്ല. രാമൻ സ്പെക്ട്രത്തിൽ ആക്യുറേറ്റ് ആണ്, പക്ഷേ സെൻസിറ്റീവ് അല്ല. പക്ഷേ IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ആക്യുറേറ്റുമാണ്, വെരി സെൻസിറ്റീവുമാണ്. രാമൻ സ്പെക്ട്ര ആകുമ്പോഴത്തേക്കും ഒപ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ക്വാർട്സ് അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. പക്ഷേ IRൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും കാൽഷ്യം ഫ്ലൂറൈഡോ അല്ലെങ്കിൽ സോഡിയം ബ്രോമൈഡോ പോലത്തെ കോമ്പൗണ്ട്സ് കൊണ്ടിട്ടായിരിക്കും ഒപ്റ്റിക്കൽ സിസ്റ്റംസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത രാമൻ്റെ കേസിലാണെങ്കിൽ സ്കാറ്ററിംഗ് ആണ് നടക്കുന്നത്, വൈബ്രേഷണൽ മോളിക്യൂൾസിൻ്റെ സ്കാറ്ററിങ്. പക്ഷേ IRൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും അബ്സോർപ്ഷനാണ് നടക്കുന്നത്, വൈബ്രേറ്റിംഗ് മോളിക്യൂൾസിൻ്റെ അബ്സോർപ്ഷനാണ്.